ആലപ്പുഴ ആറാട്ടുപുഴയിൽ ഭാര്യ വീട്ടിലെത്തിയ ഭർത്താവിനെ അടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ നിർണായക മൊഴി നൽകിയത് 7 വയസ്സുകാരിയായ മകൾ. തടിക്കഷ്ണം കൊണ്ട് അമ്മ തലയ്ക്കടിക്കുന്നത് കണ്ടു എന്നായിരുന്നു കുട്ടിയുടെ മൊഴി. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ, ചൊവ്വാഴ്ച രാത്രിയാണ് ഈ കൊലപാതകം ഉണ്ടാകുന്നത്. ഭാര്യ വീട്ടിലേക്ക് മകളെ ആക്കാൻ വേണ്ടി പോയതായിരുന്നു. അതായത് ഭാര്യ ആതിരയുമായി ഈ കൊല്ലപ്പെട്ട വിഷ്ണു അകന്നു കഴിയുകയായിരുന്നു 2 വർഷത്തോളം കാലമായി. ഇവരുടെ തമ്മിലൊരു ധാരണ പോലീസ് സ്റ്റേഷനിൽ അടക്കം ബന്ധപ്പെട്ടതിനെ തുടർന്ന് പിന്നീട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നൊരു ധാരണ അവിടെ വെച്ച് നടത്തിയ ഒരു ചർച്ചയുടെ ഭാഗമായിട്ടായിരുന്നു മകളെ അവധി ദിവസങ്ങളിൽ വിഷ്ണുവിൻ്റെ വീട്ടിൽ നിർത്തുക, സ്കൂളുള്ള ദിവസങ്ങളിൽ അമ്മ ആതിരയുടെ വീട്ടിൽ നിർത്തുക. അത് തറയിൽ കടവ് എന്ന ആറാട്ടുപുഴ എന്ന സ്ഥലത്താണ്. അതിനടുത്ത് തന്നെയാണ് ഈ കൊല്ലപ്പെട്ട വിഷ്ണുവിൻ്റെ വീട്. ഞാനിപ്പോൾ നിൽക്കുന്നത് വിഷ്ണുവിൻ്റെ വീട്ടിലാണ്. വിഷ്ണുവിൻ്റെ ശവസംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ ഇന്നലെ കഴിഞ്ഞു. ഈ കേസിന്റെ ചുരുൾ അഴിയുന്നത് ഇന്നലെ വൈകിട്ട് വരെയും നമ്മൾ ഈ വാർത്ത കൊടുക്കുമ്പോഴും ഡോക്ടർമാരും പോലീസും ഒക്കെ തന്നെ വിചാരിച്ചിരുന്നത് ഇതൊരു ഈ മർദ്ദനത്തിനിടെ കുഴഞ്ഞു വീണതാണ്. ഹൃദയ സംബന്ധമായ ചില അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അത്തരം സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഹൃദയ സംബന്ധമായ അസുഖം പൊടുന്നതിന് വന്നതാണോ, അങ്ങനെ കുഴഞ്ഞു വീണ മരിച്ചതാണോ എന്നുള്ളതൊക്കെ സംശയമുണ്ടായിരുന്നു. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടുകൂടിയും പിന്നെ മകളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയത് കൂടിയാണ് ഈ കൊലപാതകമാണെന്ന ചുരുൾ അഴിയുന്നത്. അതായത് ഈ പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നത് തലക്കേറ്റ ഗുരുതരമായ ക്ഷതമാണ് മരണകാരണമെന്നാണ്. ഒപ്പം തന്നെ മകളെ കൊണ്ടാക്കുന്ന സമയത്താണ് ഈ മർദ്ദനം ഉണ്ടാകുന്നത്. അമ്മ ആതിരയാണ് തലയ്ക്ക് വലിയൊരു തടിക്കഷ്ണം കൊണ്ട് അടിച്ചതെന്ന് മകളുടെ മൊഴി കൂടി വന്നു. നിലവിൽ കേസിൽ 1-ാം പ്രതിയായിട്ടുള്ള ആതിര, 2-ാം പ്രതി പൊടിമോൻ, 3-ാം പ്രതി ഈ ബന്ധുവായിട്ടുള്ള ഒരു ബാബുരാജ്, പത്മൻ, അങ്ങനെ 4 പ്രതികളുണ്ട്. 4 പേർക്കെതിരെയും ആദ്യം ഗൂഢാലോചന മനഃപൂർവ്വമല്ലാത്ത കൊലപാതകത്തിനാണ് നരഹത്യക്കാണ് കേസെടുത്തതെങ്കിൽ പിന്നീട് കൊലപാതകത്തിന് കേസെടുത്തു. ഇന്നവരെ കോടതിയിൽ ഹാജരാക്കും. ഇത് വിഷ്ണുവിന്റെ അച്ഛൻ നടരാജനാണ്, മത്സ്യത്തൊഴിലാളിയാണ്. അദ്ദേഹത്തിന്റെ ഏക മകനാണ് വിഷ്ണു. ഓക്കെ ഇപ്പൊ പെൻഷൻ. പിന്നെ എന്തിനാ അന്ന് മോൻ പോയത് ഈ ഭാര്യ വീട്ടിലേക്ക് പോയത് മോളെയാക്കാൻ പോയതാ. കൊലപാതകമാണെന്ന് തന്നെയാണ് നിങ്ങൾ അന്ന് ആദ്യം തൊട്ട് ആരോപിച്ചത്? കൊലപാതകം തന്നെ. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ കൊലപാതകമാണ്. അപ്പോൾ ഇന്നലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചെയ്ത് അതിൽ കൊലപാതകമാണ്. അവൻ്റെ മകള് മൊഴി കൊടുത്തതും എല്ലാവരും കൂടി അവനെ അടിച്ചു കൊല്ലുകയായിരുന്നു. അവളാണ് 1-ാം പ്രതി. മാരകമായ ആയുധം വെച്ചാണ് അവൾ അടിച്ചത്. മോള് കണ്ടതാണല്ലേ? മോള് പോലീസിൽ കുഴിയെടുത്തത് അങ്ങനെ തന്നെ. ഇന്നലെ ഈ വൈരാഗ്യം വരാൻ എന്താ കാരണം? ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു തടികഷ്ണം കൊണ്ടൊക്കെ സ്വന്തം ഭർത്താവിന് തലക്കടിക്കാൻ അവനെ കാണുന്ന അവൾക്ക് ഇഷ്ടമല്ല. അവൾ വലിയ മറ്റേ ലെവലിലാണ് ജീവിക്കുന്നത്. ഈ SM-ലെ സ്റ്റാഫാണ് അവൾ. എപ്പോഴും ടിപ്പ് ടോപ്പായിട്ട് നടക്കണം. മകളെയും വേണ്ട, ഭർത്താവിനെയും വേണ്ട. അതാണ് അവളുടെ ജീവിതം. പ്രണയിച്ച് വിവാഹം കഴിച്ചത്. എത്ര വർഷത്തോളം പ്രണയിച്ചു? അത് തന്നെ, ഒരുപാട് കാലം പ്രേമിച്ച് കഴിഞ്ഞ കല്യാണം കഴിച്ചു. വീട്ടുകാർ നടത്തി കൊടുത്തു. ആദ്യം നടത്തിയില്ല. ആദ്യം ഒരു കല്യാണം ഉദിച്ചൈതന്യത്തിലെ സമൂഹ വിവാഹം നടന്ന കൂട്ടത്തിൽ 10 കല്യാണത്തിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു കല്യാണം ഉണ്ടായിരുന്നു. ഇവിടെ എൻ്റെ ചേട്ടന്മാരും അവളുടെ ആങ്ങളമാരും എല്ലാവരും ഉണ്ടായിരുന്നു. അവരാരെയും വന്നില്ല. ഞങ്ങൾ 2 പേരും ഈ പടിയേറ്റുള്ള ചേട്ടനും കൂടെ കൊണ്ടുചെന്ന് കല്യാണം നടത്തി കൊടുത്തു. മകളുടെ പേരെന്തായിരുന്നു? 7 വയസ്സായി. തൻവി വിഷ്ണു. തൻവി ഇപ്പൊ നമ്മുടെ കൂടെയാണോ? നമ്മുടെ കൂടെ ഇപ്പൊ ഇവിടെ ഉണ്ട്. അവർക്ക് വിട്ടു ഇനി കൊടുക്കത്തില്ല. അവളെ ഇനിയിപ്പോ കോടതിയിൽ അടച്ചില്ലേ. ഇനി അവളെ മോളെ ഇനി അങ്ങോട്ട് വിട്ടു കൊടുക്കത്തില്ല. എന്താണെങ്കിലും ഏക മകനെ നഷ്ടപ്പെട്ട വേദനയിലാണ് കുടുംബം. മകനെ ഏറെ പഠിപ്പിച്ച് ഇഷ്ടപ്രകാരം പ്രണയിച്ച പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ തന്നെ മുൻകൈ എടുത്ത ആളുകളാണ് വീട്ടുകാർ. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുമെന്ന് ആരും നനച്ചതല്ല. മകളെ പതിവ് പോലെ ഒരു അവധി ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. അവിടെ ഉണ്ടായ ഒരു തർക്കത്തെ തുടർന്നാണ് ഭാര്യ തുടർന്നാണ് ഈ കൊലപാതകം എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്ന. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്.